പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂർ ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വിവിധ സ്ഥലങ്ങളിലായി 14 പേർക്ക് കടിയേറ്റിരിക്കുന്നു. സൗത്ത് ജംഗ്ഷൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് 7 പേർക്കും, മാർക്കറ്റിൽ വെച്ച് 3 പേർക്കും, ട്രാംവേ റോഡിൽ വെച്ച് ഒരാൾക്കുമാണ് നായയുടെ കടിയേറ്റത്. ചാലക്കുടി നഗരത്തിന് പുറത്തുള്ള 3 പേർക്കും കടിയേറ്റിട്ടുണ്ട്. പടിഞ്ഞാറേ ചാലക്കുടി സ്വദേശി തോമസ്, കൂടപ്പുഴ സ്വദേശി വിജയലക്ഷ്മി, പൂക്കട ജീവനക്കാരനായ സഹാദുൽ ഇസ്ലാം എന്നിവർക്കാണ് കടിയേറ്റത്. അങ്ങനെ 14 പേർക്കാണ് ചാലക്കുടിയിലും ചാലക്കുടിക്ക് പുറത്തുമായി, നഗരത്തിന് പുറത്തുമായി, അതായത് ചാലക്കുടി നഗരത്തിനും പുറത്തുമായി 14 പേർക്ക് കടിയേറ്റു. ചാലക്കുടി നഗരത്തിന് പുറത്ത് 3 പേർക്കാണ് കടിയേറ്റത്. ചാലക്കുടി നഗരത്തിലേക്ക് വരുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ വെച്ച് 7 പേർക്ക്, 3 പേർക്ക്, ഒരാൾക്ക് എന്നുള്ള രീതിയിലാണ് കടിയേറ്റത്. അങ്ങനെ 14 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരിക്കുന്നു. തൃശ്ശൂർ ചാലക്കുടിയിലാണ് വീണ്ടും തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നൊരു സാഹചര്യം. പടിഞ്ഞാറേ ചാലക്കുടി സ്വദേശി തോമസ്, കൂടപ്പുഴ സ്വദേശി വിജയലക്ഷ്മി, പൂക്കട ജീവനക്കാരനായ സഹാദുൽ ഇസ്ലാം, ഇങ്ങനെ ദൈനംദിന ജീവനക്കാർ, ഈ വഴിയോര കച്ചവടക്കാർക്കൊക്കെയാണ് കടിയേറ്റിരിക്കുന്നത്. ശനിയാഴ്ച മാത്രം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ 8 പേർ തെരുവുനായ കടിയേറ്റ് ചികിത്സ തേടിയിരുന്നു. പഞ്ചായത്ത് പ്രദേശത്തുള്ളവരാണ് ഇതിൽ കൂടുതൽ. പ്രതികരണത്തിലേക്ക് കയറും. ഈ ഒരു 2 ദിവസം കൊണ്ട് 13-14 പേരെ തെരുവുനായ കടിച്ചെന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഇപ്പൊ വീണ്ടും പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ഭാഗത്തായിട്ട് ഇന്ന് കാലത്ത് ജോലിക്ക് പോയ പലരെയും തെരുവുനായ കടിച്ചിരിക്കുകയാണ്. ഇതില് എത്രയും പെട്ടെന്ന് സത്വരമായ നടപടി, യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി എടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമുക്ക് മനസ്സിലാവേണ്ടത് പലരും വീടുകളിൽ വളർത്തുന്ന പട്ടികളെ ഒരു സെർട്ടൺ പീരീഡ്, ഒരു ആവശ്യം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വളർത്തി വരുന്ന സാഹചര്യങ്ങൾ ശരിയായിട്ട് വന്നില്ലെങ്കിൽ റോഡിൽ തള്ളുന്നു. ഇപ്പൊ കാണുന്ന പട്ടികളൊക്കെ ഹൈബ്രിഡ് പട്ടികളാണ്, അല്ലെങ്കിൽ അതുപോലത്തെ വിഭാഗത്തിൽപ്പെട്ട പട്ടികളാണ് നമ്മൾ തെരുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഭക്ഷണം കൊടുക്കാൻ കുറെ പേര് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഭക്ഷണം കൊടുത്ത് ഇതിനെ വളർത്തിയിട്ട് വീണ്ടും നാട്ടുകാരെയും ജോലിക്ക് വരുന്ന ആൾക്കാരെയും കടി പൊളിപ്പിക്കുന്ന സംവിധാനം തന്നെ ആദ്യം ബഹുമാനപ്പെട്ട നഗരസഭയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും റിപ്പോർട്ട് അല്ലെങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് ഇതിന് ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ട് ഇത് നിർത്തണമെന്ന് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അക്രമകാരികളായ എല്ലാ നായകളെയും പിടിച്ചിട്ട് ഷെൽട്ടറിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങി നമ്മൾ പട്ടി പിടിക്കുന്ന ആളുകൾ വന്ന് 2-3 പട്ടികൾ ഓൾറെഡി നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിടിക്കാനായിട്ട്. അപ്പോൾ പിടിച്ച് നമ്മൾ ഷെൽട്ടറിലേക്ക് മാറ്റും. തെരുവുനായ ആക്രമണം കുറയ്ക്കാനുള്ള പല വഴികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അക്രമകാരികളായ നായകളെ, തെരുവുനായകളെ പിടിച്ച് വെക്കുമെന്നുള്ളതൊക്കെയാണ്. അതെങ്ങനെയാണ് അക്രമകാരികളായ നായകളെ കണ്ടാൽ മനസ്സിലാവുക എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. എല്ലാ നായകളും അക്രമകാരികളല്ല. പിന്നെ ഇതിൻ്റെ പ്രധാനമായും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ആ ഒരു ഭയത്തിൻ്റെ പുറത്ത് നമ്മൾ പേടിച്ച് ഓടിയേക്കാം. ആ ഓടുന്നത് കണ്ട് നായ വന്ന് കടിച്ചേക്കാം. അതല്ലാതെ തന്നെ കടി കിട്ടുന്നതുമുണ്ട്. എന്നിരുന്നാലും ഓടിയാലും ഓടിയില്ലെങ്കിലും കടി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ചാലക്കുടിയിൽ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. 2 ദിവസം കൊണ്ട് 14 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ശനിയാഴ്ച തന്നെ 8 പേരാണ് ഈ തെരുവുനായ കടിയേറ്റ് ചികിത്സയ്ക്കായി അവിടെ ആശുപത്രിയിൽ സമീപിച്ചതെന്നൊക്കെയാണ്. അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു വരുന്നു എന്നും കൂടി പഞ്ചായത്ത് അധികൃതരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നു.